നിങ്ങൾ ആഘോഷിക്കുന്നത് എങ്ങനെയാ? മെസ്സി വരില്ല എന്ന് പറഞ്ഞിട്ടല്ലേ, അർജന്റീന വരില്ല എന്ന് പറഞ്ഞിട്ടല്ലേ? ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞെന്താ, മാർച്ച് മാസത്തേക്ക് കളി മാറ്റി വെക്കുമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറത്തെ അടുത്ത വിൻഡോയിലേക്ക് കളി മാറ്റി വെക്കുമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല, ഒരു മിനിറ്റ് എന്താ 100% ഉറപ്പുള്ളതുകൊണ്ടാണ് ഉണ്ടെന്ന് പറയുന്നത്. 100% ഉറപ്പുണ്ട്. നിങ്ങൾക്ക് 2 മാസത്തിലെ ഉറപ്പ് ഞാൻ തന്നെ വന്ന് പറഞ്ഞല്ലോ, ഇതിൻ്റെ ഈ കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ, ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് ഓസ്ട്രേലിയയുമായിട്ടുള്ള ധാരണ ഉണ്ടാക്കി നമുക്ക് ഫിഫ അപ്രൂവൽ കിട്ടിയിട്ടില്ല. ഫിഫ അപ്രൂവൽ അടുത്ത ഡേറ്റിനുള്ളിൽ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് എടുക്കും. എന്നിട്ട് കളി നടത്താൻ വേണ്ടി ശ്രമിക്കും, അല്ലെങ്കിൽ കളി നടത്തും. ഞാൻ എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ ക്ലാരിറ്റിയോടുകൂടി ഇത് പറയും. ഇനി ഉണ്ടോ ഇല്ലയോ, ഉണ്ടെന്നെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. മെസ്സി വരുമെങ്കിൽ ഇല്ല. ഇനി മെസ്സി വരുമെങ്കിൽ അർജന്റീനയെ കൊണ്ട് തന്നെ അവരെ കൊണ്ട് പറയിപ്പിക്കും. വരുന്നുണ്ട്, ഇല്ല പറയും. മാർച്ച് മാസം വരും നവംബർ 30 വരെ. അല്ല, അത് കഴിഞ്ഞിട്ട് അത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ഈ വർക്ക് തീർത്തിട്ട് സർക്കാരിന് ഹാൻഡ് ഓവർ ചെയ്യും. സർക്കാരിന് സൗകര്യം ഉണ്ടെങ്കിൽ തന്നാൽ മതി. സർക്കാർ പറയും ഇനി അർജന്റീനെ കൊണ്ടുവരണ്ട, മെസ്സിനെ കൊണ്ടുവരണ്ട, കളി നടത്തണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തി അവസാനിച്ചോടെ. എനിക്ക് ആ നഷ്ടം ഞാൻ സഹിച്ചു. ആ നഷ്ടം സഹിച്ചു. അത് ഞാൻ സഹിച്ചു. ആ പൈസ എന്നെ പൈസ കൊടുക്കും. ആ 70 കോടി രൂപ നഷ്ടം ഞാൻ സഹിച്ചു എന്നേ. അല്ല, അത് നിങ്ങളുടെ ശൈലിയാണ്. നിങ്ങൾ ലാഭം കണ്ടിട്ട് മാത്രമേ കൈകാര്യം ചെയ്യുള്ളായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ ഒരു പല കാര്യങ്ങൾക്ക് ലാഭം കാണാതെ തന്നെ ചെയ്യുന്നുണ്ട്. ഈ സമൂഹത്തിന് എന്തെങ്കിലും കൊണ്ട് ഗുണം ഉണ്ടാവണം കൂടെ ആഗ്രഹിക്കുന്നുണ്ട്. ശരി ആയിക്കോട്ടെ. വീരപ്പന് ആ നഷ്ടം അങ്ങോട്ട് സഹിച്ചു എന്ന് പറയുമ്പോ ആ നഷ്ടത്തിനുള്ള ഒരു നഷ്ടമുണ്ട്. അതായത് 22,68,00,000 രൂപ GST ആയിട്ട് കേരളത്തിന്റെ പൊതുഖജനാവിലേക്ക് വീരപ്പൻ കൊടുക്കണം. അതുകൂടി അങ്ങോട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി അങ്ങോട്ട് സഹിച്ചാളാ. മെസ്സിക്ക് കൊടുത്തത് മാത്രമാക്കിയിട്ട് സഹിക്കേണ്ട, അതിൻ്റെ കൂടെ GST കൊടുക്കേണ്ട ഒരു 22,68,00,000 രൂപയുണ്ട്. അതുകൂടി അങ്ങോട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി അങ്ങോട്ട് സഹിക്കി. ഇമാതിരി പെടല് ഇനി വീരപ്പൻ പെടാനുണ്ടോ? വീരപ്പന് മെസ്സിക്ക് പോയിട്ട് ഒരു ഉറുമ്പിന് പോലും ഒരു നയാ പൈസ കൊടുത്തിട്ടില്ല. എന്നിട്ടല്ലേ മെസ്സിക്ക് കൊടുക്കണത്. ഈ കേരളത്തിൽ ഇരുന്നു കൊണ്ട് പച്ച നുണ വിളിച്ചു പറയായിരുന്നു. ഇപ്പം എന്തായി? വീരപ്പൻ ഒന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് പച്ച നുണയാണെന്ന് പറയണം, കൊടുത്തിട്ടില്ല എന്ന് പറയണം. അല്ലെങ്കിൽ വീരപ്പൻ പറഞ്ഞത് ബാങ്ക് ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ട്രാൻസാക്ഷൻ്റെ രേഖകളുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഒരു 22,68,00,000 രൂപ കൂടി കൊടുക്കേണ്ടതായിട്ട് വരും. ആർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും? ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടതായിട്ട് വരും. എന്തിന്? അത് GST ഇനത്തിൽ അതുകൂടി കൊടുക്കേണ്ടതായിട്ട് വരും. വീരപ്പൻ കരുതിയത് ഇതിങ്ങനെ അങ്ങോട്ട് തീർന്ന് എന്നുള്ളതാ. ഇത് തീരൂല. ഇതിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, ഇപ്പോൾ 2-3-4 ദിവസങ്ങളായിട്ട് റിപ്പോർട്ടർ TV-യിൽ നിങ്ങൾ നോക്കൂ, വീരപ്പനെ കാണാനുണ്ടോ? വീരപ്പന് വലിയ അവകാശവാദങ്ങളും വെല്ലുവിളികളൊന്നും ഇപ്പം ഇല്ല. എന്താണെങ്കിലും വയനാട്ടിലെ മുട്ടില് ഈ പാവങ്ങളായിട്ടുള്ള ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ പറ്റിച്ചുണ്ടാക്കിയ പണം അതിപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. പോരാത്തതിന് കേസ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അഴിയും എണ്ണേണ്ടി വരും. ഇതൊരു തുടക്കം മാത്രമാണ്. ഈ 22,68,00,000 രൂപ എന്ന് പറയുന്നത് അതൊരു തുടക്കം മാത്രമാണ്. വീരപ്പൻ തിരക്ക് കൂട്ടരുത്, ആരും തന്നെ തിരക്ക് കൂട്ടരുത്. വളരെ കൃത്യമായിട്ട് കേരളത്തിൻ്റെ ഖജനാവിലേക്ക് വരാനുള്ളത്. കാരണം ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി VD സതീശനാണ് ധനകാര്യമന്ത്രി കൂടി. മനസ്സിലായില്ലേ? ധനകാര്യമന്ത്രി സതീശനാണ്. സതീശൻ ആദ്യമേ പറയുന്ന ഒരു കാര്യമുണ്ട്. ടാക്സ് പിരിച്ചെടുക്കുന്നതിൽ സംസ്ഥാനത്തിന് ഒരുപാട് വീഴ്ചകളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കൃത്യമായിട്ട് ടാക്സ് സർക്കാരിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് ടാക്സ് പിരിച്ചെടുക്കുന്ന പരിപാടി അത് വളരെ കാര്യക്ഷമമാക്കിയിട്ട് 1 രൂപ പോലും പുറത്തു പോകാതെ അല്ലെങ്കിൽ ഖജനാവിലേക്ക് വരാതെ നിൽക്കില്ല. അതിന് വേണ്ട പണികൾ എടുത്തു തുടങ്ങി. സതീശൻ പറഞ്ഞത് വെറുതെ അല്ല. സതീശൻ ഇതൊക്കെ മുൻകൂട്ടി കണ്ട് കണക്ക് കൂട്ടി എല്ലാം കൃത്യമായ അതിൻ്റെ ഡാറ്റകൾ ഓരോന്നായി കയ്യിൽ എടുത്തു വെച്ചിട്ടാണ് സതീശൻ പറഞ്ഞത്. അപ്പോൾ സംഭവം എന്താ? സംഭവം ടാക്സ് പിരിക്കല. എന്നാലോ പണി ആർക്കാ? പണി വീരപ്പനുള്ള പണിയാ. കാട്ടുകള്ളൻ വീരപ്പനുള്ള പണിയാണ് വരാൻ പോകുന്നത്. അതിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് തൃശ്ശൂർ പൂരം നടത്തുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ പൂരം ഉണ്ടായിട്ടില്ല, വെടിക്കെട്ട് ഉണ്ടായിരുന്നില്ല.
പൂരണ്ടായിരുന്നു, വെടിക്കെട്ടുണ്ടായിരുന്നില്ല. കാരണം വെടിക്കെട്ടിന് വേണ്ടി ഈ പറയുന്ന വെടിക്കെട്ടിൻ്റെ സാധനങ്ങളൊക്കെ ക്ലിയർ ആക്കുമ്പോൾ, അത് തയ്യാറാക്കുമ്പോൾ അവിടെ ഒരു സ്ഫോടനം നടന്നത് കാരണം എന്തുണ്ടായിരുന്നില്ല, വെടിക്കെട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടായിരുന്നത് ഒരു പ്രതീകാത്മക ഒരു വെടിക്കെട്ട് മാത്രമാണ് ഉണ്ടായത്. അപ്പോൾ അതുപോലെ, പക്ഷെ മുമ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ആദ്യം വെടിക്കെട്ടിൻ്റെ ഒരു 2 ദിവസം മുമ്പ് ഒരു സാമ്പിൾ വെടിക്കെട്ട് തൃശ്ശൂരിലുണ്ടാവും. അതുപോലെ ഈ 22,68,00,000 രൂപ എന്ന് പറയുന്നത് അതൊരു വെടിക്കെട്ടാണ്. വീരപ്പനെ പൂട്ടിത്തുടങ്ങിയിരിക്കുന്നു. ഇനി പലരും പാളയത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങിത്തുടങ്ങും. കാരണം പണികൾ ഓരോന്നോരോന്നായിട്ട് വരികയല്ലേ. കപ്പലിൽ കയറിയവരൊക്കെ ഇനി സുരക്ഷിത സ്ഥാനത്തേക്ക്, ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പേ ഇനി ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടാണെങ്കിലും വെള്ളത്തിലേക്ക് ചാടാൻ തയ്യാറാവും. കാരണം എന്താ, ജീവനാണല്ലോ പ്രധാനം. ആ ജീവനിൽ ഭയമുള്ളത് കൊണ്ട് തന്നെ പലരും എടുത്ത് ചാടും. അപ്പോൾ ആ എടുത്ത് ചാടുന്ന കൂട്ടത്തിൽ പലരും ഉണ്ടാകും. വീരപ്പന് കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ വീരപ്പനും പിണറായി വിജയനും തമ്മിലൊരു ഡീലായിരുന്നു. ഒരു പാലം ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ആ പാലം? ആ പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണല്ലോ. അത് തന്നെയായിരുന്നു ആ പാലത്തിലെ പരിപാടി. വീരപ്പനെതിരെയുള്ള കേസുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിണറായി വിജയൻ്റെ കാലത്ത് കുറ്റപത്രം സമർപ്പിച്ചു എന്നാണ് പറയുന്നത്, 40-ലധികം കുറ്റപത്രങ്ങൾ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു തുടർ നടപടി എവിടെയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. വീരപ്പന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് വീരപ്പൻ പല കുറ്റപത്രങ്ങളിൽ ഹൈക്കോടതിയെ സമീപിച്ചു, കുറ്റപത്രങ്ങൾ റദ്ദ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്. എല്ലാ ഹർജികളും വീരപ്പൻ്റെത് ഹൈക്കോടതി തള്ളുകയാണ് ഉണ്ടായത്. അപ്പോൾ വീരപ്പൻ അറിയാം ഇനി വരാൻ പോകുന്നത് UDF ആണ്. നല്ല 8 നിലയിൽ പണി കിട്ടും. പിണറായിയുമായിട്ട പാലം പോലെ സതീശനുമായിട്ട് പാലമിടാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പും നിരന്തരമായിട്ട് പിണറായി വിജയൻ്റെ PR വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു വീരപ്പൻ. അതിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വെറുതെ പണിയെടുത്തൊന്നല്ല. കേരളത്തിൻ്റെ പൊതുഖജനാവിൽ നിന്ന് PR വർക്കിന് വേണ്ടിയിട്ട് പിണറായി വിജയൻ തന്നെ ലക്ഷങ്ങൾ അല്ല കോടിക്കണക്കിന് രൂപ ഈ പറയുന്ന വീരപ്പൻ്റെ ചാനലിന് നൽകിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ വീരപ്പൻ അവിടെ ഇരുന്ന് ഇനി കോടികൾ കിട്ടിയാലും ശരി കിട്ടിയിട്ടില്ലെങ്കിലും ശരി പണിയെടുത്തുകൊണ്ടേയിരിക്കും. ആർക്ക് വേണ്ടി? പിണറായി വിജയന് വേണ്ടി, CPMന് വേണ്ടി. ഇപ്പുറത്ത് പിണറായി വിജയൻ എല്ലാം ഒന്ന് സ്ലോ ആക്കി കൊടുക്കും. നീക്കുപോക്കുകളൊന്നും ഉണ്ടാവില്ല. കുറ്റപത്രം കൊടുത്തു എന്നല്ലാതെ പിന്നീട് അങ്ങോട്ട് അതിൻ്റെ മുകളിൽ ഒരു നീക്കുപോക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പൊതുമുതൽ കൊള്ളയടിച്ച് കൊണ്ടുപോയി വിറ്റ് അത് ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് റിപ്പോർട്ടർ TV എന്ന് പറയുന്ന ചാനൽ തന്നെ വാങ്ങിയത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ എന്താണ് പ്രശ്നം? ഇപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് അർജന്റീനയെയും മെസ്സിയെയും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വീരപ്പൻ 126 കോടി രൂപ കൈമാറി എന്നാണ് വീരപ്പൻ തന്നെ പറഞ്ഞത്. നമ്മളാരും പറയുന്നതല്ല, വീരപ്പൻ തന്നെ പറഞ്ഞത് അങ്ങനെയാണ്. 126 കോടി രൂപ കൈമാറി എന്നാണ് പറഞ്ഞത്. ആ 126 കോടി രൂപ കൈമാറിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള GST ആരടക്കേണ്ടതായിട്ടുണ്ട്? ഈ പറയുന്ന വീരപ്പൻ അടക്കേണ്ടതായിട്ടുണ്ട്. അത് ഇതുവരെ അടച്ചിട്ടുണ്ടോ? അത് അടച്ചിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ പുതിയ സമൻസ്. അപ്പോൾ 22,68,00,000 രൂപ GST ആയിട്ട് നൽകണം. അത് ഇതുവരെ നൽകിയിട്ടുണ്ടോ? അത് നൽകിയിട്ടില്ല. അപ്പോൾ അത് നൽകണം. 126 കോടി രൂപ കൊടുത്തോ അല്ലെങ്കിൽ കിട്ടിയോ അല്ലെങ്കിൽ തിരിച്ചു കിട്ടിയോ പോയോ എന്നുള്ളതൊന്നല്ല വിഷയം. കൊടുത്തു എന്നുള്ളതാണ് ആര് പറയുന്നത്? വീരപ്പൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള GSTയും അടക്കേണ്ടതായിട്ടുണ്ട്, അതായത് സർവീസ് ടാക്സ്. അത് വീരപ്പൻ ഇപ്പോൾ സമൻസ് പോയിട്ടുണ്ട്. വീരപ്പൻ്റെ മൊഴിയെടുത്തിട്ടുണ്ട്. വീരപ്പൻ്റെ തലയിൽ അടുത്ത ഒരു കിരീടം കൂടി, പക്ഷേ അത് മുൾക്കിരീടമാണ് എന്നുള്ളതാണ്. ആ മുൾക്കിരീടം UDF സർക്കാർ വക വീരപ്പൻ്റെ തലയിൽ കിടക്കട്ടെ. വീരപ്പനൊരു കിരീടം കൂടി കിടക്കട്ടെ അല്ലേ? സഖാക്കൾ ഇങ്ങനെ ഏറ്റെടുത്ത് കൊണ്ടു നടക്കുകയായിരുന്നു. ഇപ്പോഴും സഖാക്കൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സഖാക്കളായിട്ടുള്ള ആളുകളുടെ എല്ലാം ഇൻഫർമേഷൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഈ വീരപ്പൻ്റെ ചാനലാണ്.
അവർ ദേശാഭിമാനിയല്ല നോക്കുന്നത്, അവർ കൈരളിയെയല്ല ആശ്രയിക്കുന്നത് അത്രയും വീരപ്പൻ്റെ ചാനലിനെയാണ്. വീരപ്പനാണെങ്കിലോ പണിയെടുത്തുകൊണ്ടേയിരിക്കുന്നു. വ്യാജങ്ങളുടെ പച്ച നുണകളുടെ ഒരു മലവെള്ളപ്പാച്ചിലാണ് വീരപ്പൻ്റെ ചാനലിൽ നിന്ന് വരുന്നത് അല്ലേ. ഇപ്പം നിങ്ങൾ വയനാട്ടിലെ ദുരന്തമുണ്ടായപ്പോൾ മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമറ്റം 3 പ്രദേശങ്ങൾ ഒന്നടങ്കം കുത്തിയൊലിച്ചു പോയി. എവിടെ നിന്നാണ് ഉരുൾപൊട്ടിയത് അതിൻ്റെയൊക്കെ കിലോമീറ്ററുകൾക്കപ്പുറം മലയുടെ താഴ്വാരത്തിൽ അല്ലേ, അവിടെയല്ലേ ഉരുൾപൊട്ടിയത്. അതുപോലെ ഈ വീരപ്പൻ്റെ ചാനൽ എന്ന് പറയുന്നത് വ്യാജങ്ങളുടെ, സഖാക്കളിലേക്ക് എത്താനുള്ള വ്യാജങ്ങളുടെ ഒരു മലവെള്ളപ്പാച്ചിലാണ്. അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നതാണ് വീരപ്പൻ്റെ ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ വീരപ്പൻ്റെ ചാനൽ വീരപ്പനെ തന്നെ പൂട്ടാൻ പോവുക. ഒന്നും മറന്നിട്ടില്ല രാമാ എന്ന് കഴിഞ്ഞ ദിവസം പോലും വി.ഡി. സതീശൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഒന്നും മറന്നിട്ടില്ല, ശരിയാണ്. എല്ലാം കൃത്യമായിട്ട് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഒരു ലിസ്റ്റ് അവിടെ റെഡി ആയിട്ടുണ്ട്, ഒരു ലിസ്റ്റ് കയ്യിലുണ്ട്. അതിൽ പ്രയോറിറ്റി അനുസരിച്ച് 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്പർ ഇട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ വീരപ്പൻ്റെ പേര് ഏത് നമ്പറിലാണുള്ളത് എന്നുള്ളിടത്ത് മാത്രമാണ് കൺഫ്യൂഷൻ ഉള്ളത്. അതിന് വേറെ കാരണങ്ങൾ കൂടിയുണ്ട്. കാരണം പൂട്ടുമ്പോൾ നല്ല മണിച്ചിത്രത്തായിട്ട് പൂട്ടണം. അതുകൊണ്ട് തന്നെയാണ് ഇച്ചിരി സമയമെടുക്കും, പക്ഷേ പൂട്ടൽ ഒരു 1.5 പൂട്ടലായിരിക്കും. എന്താണെങ്കിലും 126 കോടിയൊക്കെ സഹിച്ച വ്യക്തിയല്ലേ, ഒരു 22 കോടി 68 ലക്ഷം രൂപ കൂടി അങ്ങോട്ട് സഹിക്കുന്നേ. കേരളത്തിൻ്റെ ഖജനാവിലേക്ക് പണം വരട്ടെ, സാധാരണക്കാരുടെ കാര്യങ്ങളിലേക്ക് ഫണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടെ, അതല്ലേ അതിൻ്റെതായ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ വീരപ്പൻ ഇത് അടക്കേണ്ടി വരും. അടച്ചിട്ടില്ലെങ്കിൽ വീരപ്പൻ പല രീതിയിൽ പെടും. അടച്ചിട്ടില്ലെങ്കിൽ, കാരണം വീരപ്പൻ്റെ പുറകെ ഉള്ളത് ചില്ലറക്കാരൊന്നുമല്ല. നല്ല കളി അറിയാവുന്ന, കളത്തിലിറങ്ങി കളിച്ച് നല്ല പരിചയമുള്ള ആളുകൾ വീരപ്പൻ്റെ പിന്നാലെ തന്നെയുണ്ട്. അതുകൊണ്ട് ഏത് പൂട്ടും നല്ല കത്രിക പൂട്ടിട്ട് പൂട്ടാൻ കെൽപ്പുള്ള ആളുകളാണ് വീരപ്പന് ചുറ്റുമുള്ളത് എന്നുള്ളത് വീരപ്പൻ ഓർക്കുന്നതൊന്നും നല്ലതാ. അപ്പോൾ ഈ പറയുന്ന സഹിക്കുന്ന കൂട്ടത്തിൽ ഇപ്പം തൽക്കാലത്തേക്ക് ഒരു 22 കോടി റുപ്യം കൂടി അങ്ങോട്ട് സഹിക്കേണ്ടതായിട്ട് വരും. ഇല്ലെങ്കിൽ അഴിയെണ്ണേണ്ടി വരും. ഈ സ്റ്റുഡിയോയിലിരുന്ന് നടത്തുന്ന വാചക കസർത്തുകൾ മതിയാവില്ല. കഴുതക്ക് വായിൽ തോന്നുന്നത് കോതക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ എന്തും വിളിച്ചു പറയാം, സ്റ്റുഡിയോ റൂമിലിരുന്ന് എന്തും വിളിച്ചു പറയാമെന്ന് പറയുന്ന രീതി ഇതിൽ ശരിയാവില്ല. അതുകൊണ്ട് സഹിച്ച കൂട്ടത്തിൽ ഒരു 22 കോടി കൂടി അങ്ങോട്ട് സഹിക്കേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ പണി തുടങ്ങിയിട്ടുണ്ട്, പണി വരുന്നുണ്ട് വീരപ്പാ.